യേശുക്രിസ്തുവിൻ്റെ വിസ്താര സമയങ്ങളെ പറ്റിയുള്ള വായനയിലാണിപ്പോൾ. ഗെത്സമന തോട്ടത്തിൽ നിന്നും യേശുവിനെ അറസ്റ്റ് ചെയ്തിട്ട് അവർ നേരെ അന്നാസിൻ്റെ അടുക്കലാണ് കൊണ്ടുവന്നത്. പിന്നീട് കയ്യാഫാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. നേരം ഏകദേശം പുലരുമ്പോഴേക്കും യേശുവിനെ അവർ പീലാത്തോസിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. പീലാത്തോസിൻ്റെ അരികിൽ കൊണ്ടുപോകാനുള്ള കാരണം മരണവിധിയിൽ ഒപ്പിടുവാനുള്ള അധികാരം പീലാത്തോസിനായിരുന്നു. യഹൂദന്മാരുടെ പ്രമാണമനുസരിച്ചോ ന്യായപ്രമാണ പ്രകാരമോ അവർക്ക് മരണവിധിയിൽ ക്രൂശീകരണത്തിന് വേണ്ടി ഒപ്പിടുവാൻ അധികാരമില്ലായിരുന്നു. പ്രത്യേകിച്ചും ഒരു റോമൻ ഭരണമാണ് അവിടെ നടക്കുന്നത് കൊണ്ട് റോമൻ ഭരണാധികാരിയുടെ അംഗീകാരം വേണമായിരുന്നു. അതുകൊണ്ടാണ് പീലാത്തോസിന്റെ അരികിലേക്ക് ക്രിസ്തുവിനെ ആ നേരം വെളുക്കെ തന്നെ കൊണ്ടുപോയത്. എന്നാൽ പീലാത്തോസും യേശുക്രിസ്തുവുമായുള്ള സംസാരവേളയിൽ അവൻ ഗലീലയിൽ നിന്നുള്ളവനാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഗലീല തൻ്റെ അധികാര പരിധിയിൽ പെടുന്നതല്ലായതുകൊണ്ട് ഗലീലക്കാരനായ ഹെരോദാവിൻ്റെ അരികിലേക്ക് യേശുക്രിസ്തുവിനെ പറഞ്ഞു വിടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ 4ാമത്തെ വിസ്താരമാണ് പെസഹ രാത്രി കഴിഞ്ഞതു മുതൽ നടക്കുന്നത്. അത് എബ്രഹാമിൻ്റെ 5ാം സുവിശേഷത്തിൽ വളരെ വിശദമായി ഒരു തിരക്കഥ പോലെ എഴുതിയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് കൂടുതൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ഇടയാകും എന്നുള്ളതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. ഹെരോദാവിൻ്റെ കൊട്ടാരം ബഹുവർണ്ണങ്ങളാൽ അലങ്കൃതമായിരിക്കുന്നു. പെരുന്നാളിൻ്റെ ആഘോഷം ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലും പ്രകടമാണ്. സ്വർണ്ണക്കിരീടം തലയിൽ വെച്ചും കയ്യിൽ അധികാരത്തിൻ്റെ ചെങ്കോൽ പിടിച്ചും വിശേഷപ്പെട്ട വസ്ത്രം അണിഞ്ഞും ഹെരോദാവ് തൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു. യേശുവിനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നുവെന്ന വാർത്ത അവനെ കൂടുതൽ സന്തോഷവാനാക്കി. വളരെ കാലമായി അവനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. കാരണം അവൻ്റെ അത്ഭുത പ്രവൃത്തിയെപ്പറ്റിയുള്ള അറിവായിരുന്നു. അത് അവനിൽ യേശുവിനെക്കുറിച്ച് കൂടുതൽ മതിപ്പുണ്ടാക്കി. ജാലവിദ്യകൾ കാണിക്കുന്നവരെ ഹെരോദാവിന് ഇഷ്ടമായിരുന്നു. യേശു അത്തരത്തിൽ ഉള്ള ആൾ ആണെന്നാണ് ഹെരോദാവ് കരുതിയത്. യേശു വരുമ്പോൾ കുറച്ച് അത്ഭുത പ്രവൃത്തികൾ നേരിട്ട് കാണുവാനും ഹെരോദാവ് മനസ്സിൽ ആഗ്രഹിച്ചു. പുരോഹിതരും ന്യായശാസ്ത്രികളും പടയാളികളുടെ അകമ്പടിയിൽ യേശുവിനെ ഹെരോദാവിൻ്റെ അടുക്കൽ എത്തിച്ചു. വന്ദനം രാജാവേ. അന്നാസ് ഹെരോദാവിനെ വന്ദനം ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ന്യായപ്രമാണത്തിന് വിരോധമായി പ്രവർത്തിച്ച ഒരു കുറ്റവാളിയുമായിട്ടാണ് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. ഇവനെ മരണത്തിന് വിധിച്ചിരിക്കുന്നു ഞങ്ങളുടെ സഭ. അതിന് നിന്റെ അംഗീകാരം വേണം. എന്താണ് ഇവന്റെ പേര്? യേശു, നസറത്തിൽ നിന്നുള്ളവൻ. മറ്റൊരു ദേശത്തിന്റെ അധിപതിയായ എനിക്ക് എങ്ങനെ നിങ്ങളുടെ അധികാരപരിധിയിലുള്ള കാര്യങ്ങളെ തീരുമാനിക്കുവാൻ കഴിയും? പീലാത്തോസ് അല്ലേ അത് നിശ്ചയിക്കേണ്ടുന്നത്? ഹെരോദാവ് സംശയം പ്രകടിപ്പിച്ചു. അല്ല പ്രഭു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ളവനാകിയാൽ പീലാത്തോസിന് ഇവനെ വിസ്തരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് പീലാത്തോസാണ് ഇവനെ നിന്റെ അരികിലേക്ക് അയച്ചത്. ഇത് കേട്ടപ്പോൾ ഹെരോദാവിന് സന്തോഷമായി. ചില സൗന്ദര്യപ്പിണക്കങ്ങളുമായി രണ്ടുപേരും ആയിട്ട് കുറെ നാളായിരുന്നു. ഹെരോദാവ് യേശുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെപ്പറ്റിയും നിന്റെ അത്ഭുതങ്ങളെപ്പറ്റിയും ദേശത്തിലുള്ള നിന്റെ അംഗീകാരത്തെക്കുറിച്ചും ഒത്തിരി കേട്ടിരിക്കുന്നു. അവൻ വഞ്ചകനും ന്യായപ്രമാണ ലംഘനമാകുന്നു. ഒരു പരീശൻ ഹെരോദാവിനെ തിരുത്തുവാൻ ശ്രമിച്ചു. അല്ല, ഞാൻ അങ്ങനെ കേട്ടിരിക്കുന്നു. ഹെരോദാവ് തുടർന്നു, നീ മറഞ്ഞു കിടക്കുന്നത് വെളിപ്പെടുത്തുകയും അടയാളങ്ങളെ കാണിക്കുകയും പ്രകൃതി നിയമങ്ങളെ പോലും മാറ്റിമറിക്കുകയും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലയോ രാജാവേ, അങ്ങേ വഴിതെറ്റിക്കുവാൻ അവനെ അനുവദിക്കരുത്. ഇതൊക്കെയും അവൻ ചെയ്യുന്നത് ഭൂതങ്ങളുടെ തലവനായ ബേത്സൂബിലിനെ കൊണ്ടാണ്. ഒരു പുരോഹിതൻ പറഞ്ഞു. എല്ലാം എനിക്ക് ഒരുപോലെയാണ്. ഇത് പറഞ്ഞിട്ട് ഹെരോദാവ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. അതെന്താണെന്ന് പറയാമോ? പരിഹാസത്തോടെ ഹെരോദാവ് യേശുവിനോട് ചോദിച്ചു.
മറുപടിക്കായി യേശുവിൻ്റെ മുഖത്തേക്ക് അവൻ നോക്കിയെങ്കിലും യേശുവോ ഒന്നും മിണ്ടാതെ മൗനമായി നിന്നു. നീ എന്തെങ്കിലും ജാലവിദ്യ ഒന്ന് കാട്ടുമോ? ഹെരോദാവ് പിന്നെയും യേശുവിനോട് ചോദിച്ചു. ഉത്തരമൊന്നും പറയാതെ യേശു മൗനം അവലംബിച്ചു. ഹെരോദാവ് അവനിൽ നിന്നും പ്രതീക്ഷിച്ചത് ചെപ്പടി വിദ്യകളായിരുന്നു. മനുഷ്യന്റെ കയ്യടി വാങ്ങുവാൻ അന്നുവരെ ആഗ്രഹിക്കാത്തവനായിരുന്നു യേശു. ദാസനായി പിറന്ന് താഴ്മയുടെ വേഷം ധരിച്ചവൻ ഒരിക്കലും മറ്റുള്ളവരുടെ പുകഴ്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. മനുഷ്യന്റെ വിടുതലിനും ആശ്വാസത്തിനും വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിട്ട് ആരോടും പറയരുത് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പോലും പ്രസിദ്ധനാകുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. യേശുവിൻ്റെ ശൈലിയും യഹൂദന്മാരുടെ ആവേശവും കണ്ടിട്ട് ഹെരോദാവിന് എന്തോ പന്തികേട് അതിൽ തോന്നി. അവരുടെ അസൂയയിലാണ് യേശുവിൻ്റെ മേൽ ചുമത്തുന്ന ആരോപണമെന്ന് അവന് മനസ്സിലായി. മുമ്പ് തെറ്റായ ചില വിധികൾ പുറപ്പെടുവിച്ചവന്റെ കുറ്റബോധം തന്നെ അലട്ടുന്നതിനാൽ അനീതിയായി ഒരു വിധി ഉണ്ടാകുവാൻ ഇടയാകരുതെന്ന് താൻ ആഗ്രഹിച്ചു. ഹെരോദാവ് ന്യായാധിപ സംഘത്തെ നോക്കി ഇങ്ങനെ പറഞ്ഞു. ഭ്രാന്തമായ ചില ഉപദേശങ്ങളോ ആശയങ്ങളോ അവൻ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ അതൊന്നും മരണശിക്ഷയ്ക്ക് കാരണമായ കുറ്റമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടുന്നു. അനാവശ്യ വിധിയിലൂടെ കൂടുതൽ പൊല്ലാപ്പുണ്ടാക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല. രാജൻ, തന്ത്രശാലിയായി മനുഷ്യനെ അങ്ങ് വിശ്വസിക്കരുത്. ഇവൻ എല്ലാവരെയും വിഡ്ഢികളാക്കുവാണ്. നീ ഇവനെ വെറുതെ വിട്ടാൽ ഇവൻ അവരുടെ രാജാവാകും. നിന്റെ രാജ്യത്തിനും അധികാരത്തിനും ഭീഷണിയാവും. അന്നാസ് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. രാജാവോ? ഇവനോ? വിഡ്ഢികളുടെ രാജാവായിരിക്കും. ഹെരോദാവ് പരിഹാസത്തോടെ പറഞ്ഞു. അവനെ വിടരുത്. മരണശിക്ഷയ്ക്ക് അവൻ അർഹനാണ്. പുരോഹിതർ അട്ടഹസിച്ചു. ഇവനെതിരെ എന്ത് കുറ്റമാണ് നിങ്ങൾ ആരോപിക്കുന്നത്? ഹെരോദാവ് ചോദിച്ചു. ഇവൻ ശബത്തിനെ അശുദ്ധമാക്കി. ഇവൻ സ്വയം ദൈവമെന്ന് പറഞ്ഞ് ദൈവദൂഷണം പ്രവർത്തിച്ചു. നിന്റെ പിതാവ് ഞങ്ങൾക്ക് പണി കഴിപ്പിച്ച ആലയം പൊളിക്കും, എന്നിട്ട് 3 ദിവസം കൊണ്ട് അതിനെ അതിലും ഭംഗിയുള്ളതാക്കി പണിയുമെന്ന് ഇവൻ പറഞ്ഞു. കൈസർക്ക് കരം കൊടുക്കരുതെന്ന് ഇവൻ ആൾക്കാരോട് പറഞ്ഞു. നിന്നെക്കുറിച്ചും വേണ്ടാത്തത് പറയുകയും നിന്നെ അവൻ കുറുക്കനെന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അസത്യങ്ങളുടെ നീണ്ട പട്ടിക അവൻ അവരുടെ മുമ്പിൽ നിന്നെക്കുറിച്ച് വേണ്ടാത്തത് പറയുകയും നിന്നെ അവൻ കുറുക്കനെന്ന് വിളിക്കുകയും ചെയ്തു. അസത്യങ്ങളുടെ നീണ്ട പട്ടിക അവർ അവന്റെ മുമ്പിൽ നിരത്തി. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ വിഡ്ഢികളുടെ രാജാവെന്ന് എന്ന് പറഞ്ഞിട്ട് ഹെരോദാവ് തന്റെ വെളുത്ത അങ്കി ഊരി അവനെ ധരിപ്പിച്ചു. അവൻ മരിക്കണം. അവർ പിന്നെയും ആർത്തു. എൻ്റെ അഭിപ്രായത്തിൽ അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യമായ കുറ്റം ചെയ്തിട്ടില്ല. ഇവനൊരു സാധാരണക്കാരനാണ്. നിങ്ങൾ പറയുന്നത് പോലെ നടത്തിയെടുക്കുവാൻ തക്ക കഴിവൊന്നും ഇവനില്ല. രാജാവേ, അങ്ങ് തെറ്റായി വിധിക്കരുത്. ഇത് ഞങ്ങളുടെ പ്രമാണത്തിൻ്റെയും മതത്തിൻ്റെയും മോശയുടെയും പ്രവാചകന്മാരുടെയും കാര്യമാണ്. അന്നാസ് പറഞ്ഞു. ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. പീലാത്തോസ് തീരുമാനിക്കട്ടെ. ഇവനെ അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ഹെരോദാവ് തൻ്റെ ശബ്ദം കടുപ്പിച്ചു അവരോട് പറഞ്ഞു.